മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ജൂൺ മാസത്തിൽ നടക്കുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതായിട്ടുള്ള നക്ഷത്രം ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രം ചിങ്ങക്കൂറിലും കന്നിക്കൂറിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രത്തിൽ കാല്, ശേഷം കന്നിക്കൂറിലേക്ക് മുക്കാൽ ഭാഗവും കൂടി, നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം കൂടി വ്യാപിച്ച് കിടക്കുന്ന രീതിയിലാണ് ഉത്തര നക്ഷത്രത്തിൻ്റെ നില. ഉത്തര നക്ഷത്രക്കാരുടെ അവസ്ഥ 2025 കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ പ്രശ്നത്തിലായിരുന്നു. ചിങ്ങക്കൂറുകാർക്ക് വളരെ നല്ലതായിരുന്നു കേട്ടോ. ചിങ്ങക്കൂറുകാർക്ക് 11 വ്യാഴവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരുടെ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നടന്നുപോയി. സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ നന്നായി. നല്ല കുടുംബജീവിതം കിട്ടി. മക്കള്, ഭാര്യ, അവിടെ നിന്നൊക്കെ എല്ലാ രീതിയിലും ഒരുവിധം കൊള്ളാവുന്ന രീതിയിലുള്ള സുഖകരമായിട്ടുള്ള ജീവിതമായിരുന്നു. പക്ഷേ കന്നിക്കൂറുകാർ ഉത്തരക്കാരുടെ നില ഇച്ചിരി പരിങ്ങലിലായിരുന്നു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്ഷേത്രമായിട്ടുള്ള മിഥുനം രാശിയിൽ വ്യാഴം, ശത്രുക്ഷേത്രമായിട്ടുള്ള മിഥുനം രാശിയിൽ 10ാം ഭാഗത്ത് വ്യാഴവും, അതുപോലെ 7ാം ഭാഗത്ത് ചന്ദ്രൻ, 7ാം ഭാഗത്ത് മീനത്തിൽ ശനി, 7ാമിടത്ത് കണ്ടകശനി ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു, ഉത്തര നക്ഷത്രക്കാർ 2 കൂറുകളിലായിട്ടാണ് നിൽക്കുന്നത്. ചിങ്ങക്കൂറിലും കന്നിക്കൂറിലുമായിട്ടാണ് നിലകൊള്ളുന്നത്. ചിങ്ങക്കൂറുകാർക്ക് ഉത്തരത്തിൽ കാലുകാരെന്ന് പറയും. ഇച്ചിരി എടുത്തിയാട്ടക്കാരൊക്കെയാണ്, സ്നേഹമുള്ളവരാണ്. പക്ഷേ പെട്ടെന്ന് ഇത്തിരി ചാട്ടവും തുള്ളലൊക്കെ കൂടുതലും എടുത്തിയാട്ടവും ആലോചിക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ് ഉത്തരത്തിൽ കാലെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ആൾക്കാർ കുഴപ്പമൊന്നുമില്ല, നല്ല ആൾക്കാരാണ്. നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഉത്തര നക്ഷത്രക്കാർ സ്വന്തം അധ്വാനം കൊണ്ട് അവരുടെ ജീവിത പന്ഥാവ് തെളിച്ചെടുക്കുന്നവരും, സമൂഹത്തിൽ നല്ല സ്ഥാനം ലഭിക്കുന്നവരും, സത്യസന്ധന്മാരും, ഇടപെടാൻ കൊള്ളാവുന്നവരും, നേതൃഗുണമുള്ളവരും, വിദ്യാഭ്യാസത്തിന് യോഗമുള്ളവരും, മിക്കവാറും ആൾക്കാർക്ക് നല്ല ജോലിയും തൊഴിലും ഇതൊക്കെ ഉള്ളവരും, സമ്പത്തുള്ളവരും, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ളവരും. സാധാരണക്കാരനാണ് ഒരു ഉത്തര നക്ഷത്രക്കാരൻ എന്നുണ്ടെങ്കിൽ പോലും അവൻ മറ്റുള്ള സമുദായത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും ശ്രേഷ്ഠനും മഹനീയനുമായിരിക്കും. അങ്ങനത്തെ ഒരു നക്ഷത്രമാണ് ഉത്തരം. ദൈവാധീനമുള്ളവരുമാണ്. വലിയ ദൈവവിശ്വാസികളൊന്നുമില്ല. അവരധികവും യുക്തി ചിന്താഗതിക്കാരാണ്. മനുഷ്യൻ്റേതായിട്ടുള്ള അധ്വാനത്തിലും കാര്യത്തിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണ്. അമിതമായിട്ടുള്ള ഭക്തിയോ അമിതമായിട്ടുള്ള ആശ്രയത്വം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഉത്തര നക്ഷത്രക്കാർ. നല്ല വ്യക്തിത്വങ്ങളാണ്, മിടുക്കന്മാരാണ്. പക്ഷേ 2 കൂറിലായിട്ടാണ് നിൽക്കുന്നത്. അതിൽ ഉത്തരത്തിൽ കാല് ഭാഗം വന്ന ചിങ്ങക്കൂറുകാർക്ക് ഒരു പ്രത്യേക ഫലവും, അതുപോലെ കന്നിക്കൂറിൽ വരുന്ന മുക്കാ ഭാഗക്കാർക്ക് മറ്റൊരു ഫലവുമാണ് ഒരേ നക്ഷത്രക്കാരാണെങ്കിലും ഈ തവണത്തെ വ്യാഴമാറ്റം കൊണ്ട് സംഭവിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഉത്തരത്തിൽ കാലുകാർക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരത്തിൽ കാലുകാർക്ക് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12ാം ഭാഗത്തേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. 11 വ്യാഴം നിൽക്കണേ വലിയ കുഴപ്പമില്ലാത്തൊരു കാലമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സമാധാനപരമായിട്ടുള്ള ജീവിതം, കുടുംബാന്തരീക്ഷം, ധനവരവ്, പുത്ര കളത്ര ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് വ്യാഴം വന്നത് 12ാം ഭാഗത്തേക്കാണ്. 2026 ജൂൺ 2-ാം തീയതി വ്യാഴം മിഥുന രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് വരുമ്പോൾ ഉത്തരത്തിൽ കാലുകാർക്ക് 12ാം ഭാഗത്തേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. 12ാം ഭാഗത്തേക്ക് വ്യാഴം വരുമ്പോഴോ ചെറിയൊരു ഇരുട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുന്ന സമയമാണ്. നേരുവാട്ടിനെ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്നൊരു സ്തബ്ധത, ഒരു നിശ്ചലാവസ്ഥ, അല്ലെങ്കിൽ ഒഴുക്കിനൊരു കുറവ്, നിന്നിടത്തുനിന്ന് നീങ്ങാനൊരു ചെറിയൊരു ഒരച്ചിൽ, അതുപോലെ തോന്നുന്നൊരു സമയമാണ്. ദൈവാധീനത്തിൽ കുറവ് വരും.
വ്യാഴം പുത്രകാരകനാണ്. പുത്രന്മാരെ കൊണ്ട് അനുഭവം ഉണ്ടാക്കുന്നതാണ്. മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ അച്ഛനമ്മമാരെ ഉത്തരക്കാരായിട്ടുള്ള ഉത്തരത്തിൽ കാര്യക്കാരായിട്ടുള്ള അച്ഛനമ്മമാർക്ക് മക്കളെ പറ്റി കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ തോന്നും. മോനല്ലെങ്കിൽ മോനിപ്പോൾ ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കണില്ലാന്നോ, അവനിപ്പോൾ എന്നോട് എതിര് പറഞ്ഞു തുടങ്ങിയെന്നോ, അല്ലെങ്കിൽ രണ്ട് അഭിപ്രായം വന്നു തുടങ്ങിയെന്നൊക്കെ ഒരിത് നല്ല മാർഗ്ഗം കിട്ടുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന കുട്ടി അതേമാതിരിയുള്ള മാർഗമൊന്നും ഇല്ലാതിരിക്കുക, നന്നായിട്ട് പഠിച്ചോളും എന്നൊക്കെ വിചാരിച്ച് ലോണൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊള്ളാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ചേർത്തുന്നുണ്ടെങ്കിലും അതേമാതിരിയൊക്കെ ഉള്ള റിസൾട്ട് വരായിക. നമ്മൾ വലിയ കാര്യമായിട്ട് എന്തെങ്കിലും കാര്യമൊക്കെ ഉപദേശിച്ച് വന്നു കഴിയുമ്പോൾ അതിനോട് ഒട്ടും യോജിക്കാത്ത രീതിയിൽ മക്കളുണ്ടാവുക, അവരോട് ദേഷ്യപ്പെടാൻ ഇടവരിക, വഴക്കുണ്ടാവുക, കലഹം ഉണ്ടാവുക. ഇതൊക്കെ 12 വ്യാഴം നിൽക്കുമ്പോൾ ഉള്ളതിൻ്റെ പ്രത്യേകതയാണ്. കച്ചവടാദി വ്യവസായങ്ങളെല്ലാം പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിലെല്ലാം ചെറിയ രീതിയിലുള്ള തകരാറുകൾ സംഭവിക്കുക, പണം മേടിച്ചവരിൽ നിന്ന് കിട്ടാതിരിക്കുക, പണം നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടാതിരിക്കുക, പണം കിട്ടും എന്നാണ്ട് ഉറപ്പുണ്ടായിരുന്ന ബാങ്കിങ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് മുടക്കം ഉണ്ടാവുക, പ്രതീക്ഷിച്ച വേഗതയിൽ പൈസ കയ്യിലേക്ക് വരാതിരിക്കുക, അതുപോലെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ സംഭവിക്കും. 12 വ്യാഴം നിൽക്കുമ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. വ്യയം, അമരി പതനം, പാപം. വ്യയം എന്ന് വെച്ചാൽ എന്താ? പണച്ചെലവ് തന്നെ. 10 രൂപയും കൊണ്ട് തീരുന്ന കാര്യങ്ങൾ 100 രൂപയിലും തീരാതെ വരിക. പണം ചിലവാക്കാണ്ടിരിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ഇപ്പം എത്ര വേണ്ടാന്ന് വെച്ചാലും എത്ര പിശുക്കി വെച്ചാലും കാശ് ചിലവാക്കും. പൈസ ചിലവാക്കാൻ ഇപ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടി കഴിഞ്ഞാലും പൈസ ഇറങ്ങിപ്പോവും. അതിന് ചക്രം എന്നാണ് പറയുന്നത്. ആർക്കും പിടിച്ച് കെട്ടി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലോ, എത്ര കുറേശ്ശെ നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാലും വലിയൊരു ഒഴുക്ക് പുറത്തേക്ക് പോവും. അങ്ങനെയുള്ള ഒഴുക്ക് നല്ല കാര്യത്തിനാണ് പോകണമെന്നുണ്ടെങ്കിലോ, നല്ല കാര്യത്തിനാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനമുണ്ട്. പൈസ ചിലവായെന്നുണ്ടെങ്കിലും കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ചെറുക്കന് നല്ല പഠിക്കാനൊരു സീറ്റ് കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഇച്ചിരി വില കൂടിയെന്നുണ്ടെങ്കിലും നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് ഗുണപ്രദമായിട്ട് ഇച്ചിരി വസ്തു മേടിക്കാൻ സാധിച്ചല്ലോ, അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഉദ്ദേശക്കാരും കുറച്ച് കൂടുതലല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കാര്യത്തിനും കുറയില്ല. പക്ഷെ ഇത് തീരെ കൊള്ളില്ലാത്ത കാര്യത്തിലേക്കാണെങ്കിലോ, ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണെങ്കിലോ, ഒരു ആശുപത്രി ചെലവോ, അല്ല ടാക്സ് അടയ്ക്കാത്തത് പിടിച്ചതോ, അല്ല വല്ല കേസ് തോറ്റുപോയതോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയതോ, യാത്രയുടെ ഇടയ്ക്ക് അബദ്ധവശാൽ നഷ്ടപ്പെട്ടു പോയതോ, അതുപോലെയൊക്കെ രീതിയിലുള്ള പണം ചെലവുകൾ, പണം നഷ്ടപ്പെടൽ, അതാണ് വ്യയം എന്നുള്ള വാക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് തന്നെ പതനം. പതനം 2 രീതിയിലുണ്ട്. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. ചെരുപ്പിട്ട് തെന്നി വീണിഞ്ഞാൽ അതും പതനാണ്. ചുമ്മാ ഒന്ന് തെന്നി വീണിഞ്ഞാലും വല്ല അസ്ഥി പൊട്ടുവോ, കുഴ തെറ്റി പോവോ, മുട്ട് കയറി പോവോ, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും പതനം തന്നെയാണ്. ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണാലും, കോണിപ്പടിയുടെ മുകളിൽ നിന്ന് വീണാലും, വണ്ടിയുടെ മുകളിൽ നിന്ന് വീണാലും ഒക്കെ എന്താണ് പതനമാണ്. വേറൊരു തരം പതനമുണ്ട്. വളരെ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന മാന്യന്മാരായിട്ടുള്ള വ്യക്തികളൊക്കെ കാര്യം ഉണ്ടായിട്ടായിക്കോട്ടെ, കാര്യം ഇല്ലാഞ്ഞിട്ടായിക്കോട്ടെ, ചിലപ്പോൾ ചില അപവാദങ്ങളിലൊക്കെ ചെന്ന് വിടുക. മനസാ വാച അറിഞ്ഞ സംഭവമാവില്ല. പണ്ടൊക്കെ ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി എത്ര വലിയൊരാളെ തീരെ മോശക്കാരനാക്കാൻ, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിയിക്കാൻ വരാൻ മാർഗമുണ്ടോ? തെളിയിക്കുമ്പോഴത്തേക്ക് 6 മാസം ജയിലിൽ കിടന്നിട്ടുണ്ടാവും എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങാണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഒക്കെ ഏതാണ്ട് ഇടപെടലോ അതുകൊണ്ട് പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ടത്തെ ആരും നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതൊരു പതനാണ്. അത്രയും വലിയൊരു മനുഷ്യനിൽ നിന്ന്, അത്രയും നല്ലൊരു മനുഷ്യനിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് സമൂഹത്തിലൊരു 3-4 പേരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇടയായ സംഗതി പതനാണ്. നല്ല ഉയർന്ന ഉദ്യോഗത്തിലോ പൊസിഷനിലോ ഒക്കെ ഇരുന്ന ആൾക്കാർ നിസാരമായിട്ട് വരുന്ന ചില പിഴവുകൾ മൂലം മനസാ വാച കർമ്മണ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തലയിലേക്ക് വന്ന് കയറുക, അതുമാതിരി ജയിൽ ശിക്ഷ അനുഭവിക്കാൻ ഇടവരിക. ഇതൊക്കെ 12 വ്യാഴത്തിൻ്റെ പ്രത്യേകതകളാണ്. കണ്ടമാനം കാശ് വീട്ടിലുള്ള ആൾക്ക് ഈ സമയത്ത് എന്തു വെച്ച് കഴിഞ്ഞാൽ ഇഡിയോ ഇൻകം ടാക്സുകാരൊക്കെ കയറി വരും. കയറി വന്ന് കഴിയുമ്പോൾ അറിയുമോ, ഇനി തീരെ നിവൃത്തിയില്ലാത്തവനോ
EMI പോലും അടയ്ക്കാൻ നിവൃത്തില്ലാതെ മുടങ്ങി കിടക്കണ, വീട്ടിൽ അരി മേടിക്കാൻ പോലും നിവൃത്തില്ലാത്തതിൻ്റെ അടുത്തേക്ക് ജപ്തി നോട്ടീസ് വരും. ഇതൊക്കെ 12-ലെ വ്യാഴത്തിൻ്റെ പ്രത്യേകതകളാണ്. നാട് വിട്ടു പോകേണ്ടതായിട്ട് വരിക, വീടും നാടൊക്കെ വിട്ടു പോകേണ്ടതായിട്ട് വരിക, വേറെ നാട്ടിൽ ചെല്ലുക, അവിടെയും ഗതി പിടിക്കാതെ വരിക. ഇതൊക്കെ 12-ലെ വ്യാഴത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ എടുക്കുന്ന ചില ആക്ഷൻ്റെ പേരിലോ അങ്ങനെയൊക്കെ ആയിട്ട് വധം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, പതനം എന്ന ഇതുണ്ട്, അതേമാതിരി പാപം എന്നൊരു കണ്ടീഷനുണ്ട്, വ്യയം എന്നൊരു കാര്യമുണ്ട്, വധം എന്നൊരു സംഗതി ഉണ്ട്. നമ്മളെ ചില പ്രത്യേക പ്രവണത മൂലം, നമ്മൾ ന്യായം മര്യാദയായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ കൊണ്ട് പോലും നമ്മൾ മൂലം വേറൊരാൾക്ക് മരണം പോലും സംഭവിക്കാനായിട്ടൊക്കെ ഇടവരിക. ഇപ്പോൾ ബാങ്കിലേക്ക് ലോണിന് ചെന്നു, വിദ്യാഭ്യാസ ലോൺ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു കൊച്ച് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെങ്കൊച്ച് ആത്മഹത്യ ചെയ്തു, ആൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. പ്രതിയാണെന്ന് വിചാരിച്ച് പോലീസുകാരൊക്കെ പിടിച്ചു, ചിലരെ പിടിക്കും. ഇതൊക്കെ കഴിയുമ്പോൾ അവർ നിരപരാധിയായിരിക്കും, എവിടെയെങ്കിലും കൈ കയറി കൊള്ളും, ചത്തുപോകും. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഈ 12-ലെ വ്യാഴം നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 12-ലെ വ്യാഴം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ ആൾക്കാരാരാ? ഉത്തര നക്ഷത്രത്തിൽ രണ്ടാമത്തെ ആൾക്കാർക്കുടെ പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നിക്കൂറുകാരാണ്. കന്നിക്കൂറുകാർക്കോ 11-ലേക്കാണ് വ്യാഴം വന്നത്. എന്നാന്ന് വെച്ചാൽ കന്നിക്കൂറുകാർക്ക് 10-ാം ഭാഗത്തായിരുന്നു വ്യാഴം. ശത്രുരാശി ആയിട്ടുള്ള മിഥുനം രാശിയിൽ വ്യാഴം 10-ാം സ്ഥാനത്ത് വലിയ ഗുണമൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു. 10-ൽ വ്യാഴം നിൽക്കുന്ന അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് ബലം കുറവുള്ള രാശിയായിട്ട് നിൽക്കുമ്പോൾ. അതുകൂടാണ്ട് അവർക്ക് കണ്ടകശനി ഉണ്ടായിരുന്നു. ആർക്ക്? കന്നിക്കൂറുകാർക്ക്. 7-ാം ഭാഗത്ത് വ്യാഴം പോട്ട് ശനി നിൽക്കുന്ന കാലമായിരുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ, എത്ര സന്തോഷകരമായിട്ടുള്ള അവസ്ഥയിലൊക്കെ ജീവിക്കുകയാണെങ്കിലും ഭാര്യയായിട്ട് ഒക്കെ വഴക്ക്, നമുക്ക് വേറെ വല്ല റിലേഷൻഷിപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പുകളിലൊക്കെ പെട്ടെന്ന് തകരാറുണ്ടാവുക, അതുമാതിരി സംശയം ഉണ്ടാവുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക, പിരിഞ്ഞു പോകാനായിട്ട് വരിക, എന്ന് വെച്ചാൽ പ്രേമഭംഗങ്ങൾ ഉണ്ടാവുക. അതേമാതിരി പാർട്ട്ണർ ബിസിനസ്സുകൾ, പാർട്ട്ണർഷിപ്പിൽ ചെയ്തുകൊണ്ടിരുന്ന കച്ചവടങ്ങൾ, അങ്ങനത്തുള്ള കാര്യങ്ങൾക്കൊക്കെ പാർട്ട്ണർമാർ തമ്മിൽ സംശയിക്കാനും വഴക്കുണ്ടാക്കാനൊക്കെ ഇടവരിക. അങ്ങനത്തുള്ള രീതിയിലൊക്കെ മുമ്പോട്ട് യാതൊരു ഗതിയില്ലാതെ ഗതി മുട്ടിപ്പോവുക, ഐഡിയോളജി ഇല്ലാണ്ടാവുക, വലിയ കാര്യമായിട്ട് തുടങ്ങിയായിട്ടുള്ള ബിസിനസ്സും അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ ക്ഷീണം ഉണ്ടാവുക, പാർട്ട്ണർഷിപ്പ് ബിസിനസ് പിരിഞ്ഞു പോവുക, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പ്രശ്നം ഉണ്ടാവുക, കാമുക ബന്ധത്തിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പുകളിൽ പ്രശ്നം ഉണ്ടാവുക. ഇങ്ങനത്തെയൊക്കെയുള്ള പല പല കണ്ടീഷനിൽ കൂടിയാണ് ഉത്രം നക്ഷത്രക്കാർ കന്നിക്കൂറുകാർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വ്യാഴമാറ്റം കൊണ്ട് കന്നിക്കൂറുകാർക്ക് സംഭവിക്കാൻ പോണത് എന്താണ്? കന്നിക്കൂറുകാർക്ക് സംഭവിക്കാൻ പോണത് 11-ലേക്ക് വ്യാഴം വരിക എന്നുള്ളതാണ്. ഉത്തരം കന്നിക്കൂറുകാർക്ക് 11-ാം ഭാഗത്തേക്ക് വ്യാഴം വരാൻ പോവാണ്. 11-ാം ഭാഗത്തേക്ക് വ്യാഴം വരുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് ലോട്ടറി അടിക്കേണ്ട കാലമാണ്. അവർ വിചാരിക്കുന്നത് സർവ്വത്രയും നടക്കുന്ന കാലമാണ്. 12 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ കന്നിക്കൂറുകാർ ഉത്തരക്കാർക്ക് സംഭവിക്കും. എന്താ കാരണം? 11-ലേക്കാണ് വ്യാഴം വരുന്നത്. 11 ലാഭസ്ഥാനത്തേക്ക്. ലാഭസ്ഥാനം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അല്ല, മിഥുനം രാശിക്കാർക്ക് കർക്കിടകം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഈ 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന മാതിരി ഒരു ബലമില്ല, അത്ര അനുഗ്രഹം തരാനുള്ള കഴിവില്ല, അത്ര അനുഗ്രഹ പ്രബലത ഇല്ല, അത്ര ദൈവികത ഇല്ല, അത്ര ആധ്യാത്മിക ഗുണമില്ല. കർക്കിടകം രാശിയിൽ വ്യാഴം വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജാവാണ് വ്യാഴം, ഏറ്റവും ഭയങ്കര ശക്തിമാനാണ്, അത്രമേൽ ശക്തിയാണ്, അത്രമേൽ ചൈതന്യമാണ്. അപ്പോൾ 11-ാം ഭാഗത്ത് ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് പറഞ്ഞത് ലോട്ടറി അടിക്കുന്ന സമയമാണെന്ന് പറഞ്ഞത്. ലോട്ടറി സമ്മാനങ്ങൾ അങ്ങനെയുള്ള രീതിയൊക്കെ ആയിട്ട് വൻ തുക ലഭിക്കാനിടയാവുക, വളരെ വിഷമിച്ച് ഏന്തി വലിച്ചത് ഊർദ്ധം വലിച്ചുകൊണ്ടിരുന്ന കച്ചവടങ്ങളൊക്കെ പെട്ടെന്ന് പുരോഗമിക്ക് വരിക, കച്ചവടക്കാർക്കും വ്യവസായികൾക്കൊക്കെ പണപ്പെട്ടി നിറഞ്ഞ് കവിയാനായിട്ട് ഇടവരിക, തലതിരിഞ്ഞു പോയ മക്കളുടെ ഭാഗത്തുനിന്നും നല്ലത് വരിക, അച്ഛനും അമ്മയൊന്നും പറഞ്ഞതൊന്നും അനുസരിക്കാതെ തന്നിഷ്ടം കളിച്ചുകൊണ്ടിരുന്ന ദുശീലങ്ങൾ, മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങൾ പോലും
ഉപയോഗിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഈ നാളുകാരാണെന്നുണ്ടെങ്കിൽ അവർ അപ്പനമ്മക്കൊക്കെ പപ്പ മമ്മി ഞാൻ ദേ ആ പരിപാടിയൊക്കെ നിർത്തി ആ കൂട്ടൊന്നും കൊടുത്തായിരുന്നു കേട്ടോ എന്നൊക്കെ നമ്മളോട് പറയിപ്പിക്കാനുള്ള സാഹചര്യം ദൈവം കൊടുക്കും. പുത്രകാരകനാണ് വ്യാഴം. പുത്രന്മാർക്ക് നല്ലത് വന്ന് സന്തോഷിക്കുകയാണ് വരും. പിള്ളേർക്ക് നല്ല രീതിയിലുള്ള കോഴ്സ് കിട്ടുക, നല്ല രീതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടുക, നല്ല രീതിയിലുള്ള മാർക്ക് കിട്ടാതെ വരിക, ജോലി കിട്ടേണ്ട പ്രായമുള്ള മക്കളാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉദ്യോഗം കിട്ടുക. മക്കളെന്ന് പറയുന്നത് വ്യാഴം സന്താനകാരകനാവാനായിട്ടാണ്, ആയതുകൊണ്ടാണ് മക്കൾക്കാണ് വ്യാഴം നന്നായിട്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ദൈവം ഇന്നലെ വരെ ഞാൻ ഈ ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന ദൈവം ഇന്ന് എൻ്റെ തൊട്ട് മുമ്പിലുണ്ടെന്നോ തോന്നുക. ഞാൻ അത്രയ്ക്ക് ഭാഗ്യവാനാണെന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ വെറുതെയാണ്, അമ്പലത്തിൽ പോയിട്ട് പറ്റില്ല, പള്ളിയിൽ പോയിട്ട് പറ്റില്ല, ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു കിടന്നില്ലേ. ഭാര്യ മക്കളും അമ്പലത്തിൽ പോയപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു, അമ്പലത്തിലും ദേവാലയങ്ങളിലും ആശ്രമത്തിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ നമ്മൾ ചോദിച്ചു, നിങ്ങൾക്കൊന്നും വേറെ വേലയില്ല, നിനക്ക് ഈ സമയം കൊണ്ട് വേറെ ഇതിന് പരിപാടി ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചു വഴക്ക് പറഞ്ഞു. നമ്മൾക്ക് തോന്നും ദൈവം എൻ്റെ അടുത്തുണ്ടെന്ന്. അതാണ് ഈ 11ാം ഭാവത്തേക്ക് വ്യാഴം. ചുരുക്കത്തിൽ പറഞ്ഞാൽ 12 കൊല്ലം നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ 2022 2026 ജൂൺ 2-ാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. അന്നേരം ഈ കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്തര നക്ഷത്രക്കാർക്ക് 11ലേക്ക് വ്യാഴം വന്നു. അതിനുശേഷം അതേ വ്യാഴം, അതേ ഗ്രഹം അതിചാരം എന്ന് പറഞ്ഞ ഒരു രീതി കൂടെ, ഗ്രഹം മുമ്പോട്ട് പോണതിന് അതിചാരം എന്നും പിന്നോട്ട് പോണതിന് വക്രം എന്നാണ് പറയുന്നത്. അതിചാരം എന്ന് പറഞ്ഞൊരു പ്രതിഭാസത്തിലൂടെ ചിങ്ങൻ രാശിയിലേക്ക് പോവുകയാണ്. എത്ര നാൾ വരെ പോകും? 2027 ജനുവരി അവസാനം വരെ ചിങ്ങൻ രാശിയിലാണ്. ഈ സമയത്ത് ഉത്തര നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ മാതിരി ഇച്ചിരി തട്ടുകയറി കിട്ടുന്ന സമയമാണ്. മുക്കാലുകാർക്ക് എന്നുവെച്ചാൽ അന്നേരം അവർക്ക് 12ലേക്ക് വരും. ഈ കൊല്ലം 11നും 12നും ആയിട്ടാണ് വ്യാഴത്തിൻ്റെ കളി. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പ്രതികൂല അവസ്ഥ അന്നേരം സംഭവിക്കും. ധനപരവും മുടങ്ങും, അതേമാതിരി മനസ്സമാധാനത്തിനും ദൈവാധീനത്തിനൊക്കെ കുറച്ച് കുറവ് വരും. മക്കളുടെ ഭാഗത്തു നിന്ന് ഒരു ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ചില കുഴപ്പങ്ങൾക്കും സാധ്യതയുണ്ട്. 3 മാസം കൊണ്ട് വളരെ നേരെ ആയിട്ടിരുന്ന മക്കളെ എങ്ങനെ ചീത്ത അവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വലിയ കുഴപ്പമൊന്നുമല്ല. 11ലെ വ്യാഴം തന്നുകൊണ്ടിരുന്നതായിട്ടുള്ള സുഖാനുഭവങ്ങൾക്കൊക്കെ തന്നെ ഒരു മങ്ങൽ ഈ 12ലേക്കുള്ള സമയത്ത് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ വളരെയധികം ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ദൈവത്തിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുക. വ്യാഴം സർവേശ്വരകാരകനാണ്. എല്ലാ ഈശ്വരന്മാരുടെയും കാരകത്വമുള്ള ഒരാളാണ് വ്യാഴം. ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും, ദൈവം എന്ന് പറഞ്ഞ് ഈ ലോകത്ത് ഏത് രാജ്യത്ത് എവിടെ ആര് വിശ്വസിച്ചാലും ആ വിശ്വാസത്തിനൊക്കെ ഊന്നൽ കൊടുക്കുന്നതും ആ വിശ്വാസത്തിനെ പ്രേരകമാകുന്നതും ആ വിശ്വാസത്തിൽ നിന്ന് ഫലം ഉണ്ടാക്കി കൊടുക്കുന്നതും ആ വിശ്വാസത്തിൽ നിന്ന് സ്വർഗത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതും ആ വിശ്വാസത്തിൽ നിന്ന് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത് ആയിട്ടുള്ളൊരു സ്വഭാവം വ്യാഴത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കന്നി കൂറുകാരെ 12ലേക്ക് വ്യാഴം വരുമ്പോൾ നിങ്ങളുടേതായിട്ട് രീതിക്കൂടെ ദൈവവിശ്വാസം ചെയ്യുക, ദൈവത്തിന് വേണ്ടിയുള്ള ആരാധനയും പ്രാർത്ഥനയും ഒക്കെ കൃത്യമായിട്ട് നടത്തുക. അതുപോലെ തന്നെ വേദം പറഞ്ഞ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യാഴത്തിനെ അനുകൂലമാക്കാൻ ഏറ്റവും നല്ലത് വിഷ്ണു ഭജനം തന്നെയാണെന്നാണ്. ഗുരുവായൂർ, തിരുപ്പതി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി തൊഴുവാൻ അർഹതയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് സാഹചര്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അർഹത എന്ന് വെച്ചാൽ പണം സമയമൊക്കെ ആയിട്ടോ, അല്ല വേറെ അർഹതയൊന്നുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അർഹതയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവിടങ്ങളിലൊക്കെ പോയി തൊഴുക, വൈഷ്ണവാലയങ്ങൾ സന്ദർശിക്കുക. ഇതൊന്നും പറ്റിയില്ലെങ്കിലും വീടിൻ്റെ വളരെ അടുത്തുള്ള നമ്മുടെ എല്ലാ ഗ്രാമത്തിലും ഒരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ടാവും. അതാണ് വിഷ്ണു ക്ഷേത്രം. ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും നരസിംഹമൂർത്തിയാണെങ്കിലും ഇവരൊക്കെ വിഷ്ണുക്കൾ തന്നെയാണ്. വ്യാഴാഴ്ച ദിവസം വിഷ്ണുവിനെ പോയി കണ്ട് തൊഴുക, എന്നിട്ടൊരു നെയ്വിളക്ക് വെക്കുക. വേറെ ഒന്നിനും പറ്റിയില്ലെങ്കിലും കുറെ അധികം വ്യാഴാഴ്ചയിൽ ഒരു നെയ്വിളക്ക് വെച്ച് തൊഴുക. ശ്രീകോവിലേക്ക് കൊടുത്ത് പൂജാരിയെ കൊണ്ട് കത്തിച്ചോളൊന്നുമില്ല, സ്വന്തം കൈ കൊണ്ട് തന്നെ ഒരു നെയ്വിളക്ക്, പൂജാ സ്റ്റാൾ ഉണ്ടാവുമല്ലോ, എല്ലാ അമ്പലത്തിലും പൂജാ സാധനം പഠിക്കുന്ന സ്റ്റാൾ ഉണ്ടാവും, അവിടെ നെയ്വിളക്ക് കിട്ടും. ഈ നെയ്വിളക്ക് മേടിച്ച് സ്വന്തം കൈ കൊണ്ട് ഒരു തിരി കത്തിച്ചിട്ട് ഹരേ നാരായണ എന്ന് ജപിക്കുക. വഴിപാട് പൂർത്തിയായിട്ടും പൂർണ്ണമായിട്ടൊക്കെ ചെയ്യാൻ സാവകാശമുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നെയ്വിളക്ക്, തുളസിമാല,
ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം. മിനിമം വലിയ കഷ്ടതയൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യം 3 വ്യാഴാഴ്ച അടുപ്പിച്ച് ഈ വഴിപാട് കഴിക്കുക. പെട്ടെന്നൊരു കാര്യം ഉണ്ടാവും. ഈ വഴിപാട് നടത്തുക, 3 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുക. ആര് കേട്ടാലും വലിയ ആരും കേട്ടോ കേൾക്കാതെയോ മനസ്സിൻ്റെ ഉള്ളിലാണെങ്കിലും നാരായണ മന്ത്രം നാരായണ 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 എന്ന് ജപിക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലെ എപ്പോഴും സന്ധ്യയ്ക്കോ പ്രഭാതത്തിലോ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു തുണിയൊക്കെ വിരിച്ചിട്ടേ ഇരിക്കാവുള്ളൂ, ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ടേ ഇരിക്കാവുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ ഈ വിളക്ക് കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലത്. കിഴക്കോട്ടോ വടക്കോട്ടോ ഒക്കെ തിരിഞ്ഞിരിക്കണം. അങ്ങനെ ഇരുന്നിട്ട് നിങ്ങളൊരു 20 മിനിറ്റ് നേരം നാരായണ എന്ന് ജപിച്ച് നോക്കി. ആദ്യം ഒരു ബോറായിരിക്കും, ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്കത് അറിയില്ല. ആദ്യം ഒരു ബോറായിരിക്കും. പക്ഷെ 3-4 ദിവസം കഴിയുമ്പോൾ നാവും തിരിച്ചു കൊടുക്കും നാരായണ എന്ന് പറയാനായിട്ട്. ഒരു 6-7 ദിവസം കഴിയുമ്പോൾ പിന്നെ ആ സമയത്ത് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലാണ്ടാവും. അങ്ങനെ ചെയ്താലും മതി. ഒരു അമ്പലത്തിലും പോണ്ട, ഒരു സ്ഥലത്തും പോണ്ട, അങ്ങനെ ചെയ്യാൻ സാവകാശവും ക്ഷമയോടെ അങ്ങനെ പോയച്ചാൽ മതി. അതുമാതിരി വിഷ്ണു സഹസ്രനാമം എന്നൊരു സംഭവമുണ്ട്. വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെറ്റിൽ നമ്മുടെ യൂട്യൂബിൽ കേട്ടാൽ മതി. എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും വിഷ്ണുവിനെ ശരീരത്തിൻ്റെ എന്നല്ല മനസ്സിൻ്റെ ഓരോ കോശങ്ങളിലേക്കും ഏറ്റെടുക്കുക. വ്യാഴത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രീതിയും അതുമാതിരി ഗുണമുണ്ടാവും. അപ്പം ഇത്രയേ പറയാനുള്ളൂ. എല്ലാ ഉത്തരം നക്ഷത്രക്കാർക്കും ഈ വർഷം വളരെ മനോഹരമായിട്ട് നന്നായിട്ടും ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്.